സോ ഇതാണ് നമ്മളുടെ സിലബസ്. സോ ഗ്രോസ് ആൻഡ് നെറ്റ് ബിയറിംഗ് പ്രഷർ. സോ ഇനിഷ്യലി നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്, അപ്പം അത് നോക്കണം. ദെൻ ടെർസാഗീസ് ബിയറിംഗ് കപ്പാസിറ്റി, പോസിറ്റീവ് ഫൂട്ടിങ്, അതിന് ഡെറിവേഷൻ വേണ്ട. ദെൻ അതിൻ്റെ അസംഷൻസ് പഠിക്കണം, ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടേഴ്സ്, അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. പിന്നെ സർക്കുലർ ആൻഡ് സ്ക്വയർ ഫൂട്ടിങ്സ്. അതുവരെയാണ് നിങ്ങളുടെ ടീച്ചർ നോട്ടിൽ തന്നിട്ടുള്ളത്. പിന്നെ ജനറൽ ലോക്കൽ ആൻഡ് പഞ്ചിങ് ഫെയിലേഴ്സ്, ഈ സംഭവം കൂടെ നോട്ടിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ആദ്യമേ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ടൈം ഉള്ളതുപോലെ മറ്റേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, സോ നമ്മളൊരു ഫൗണ്ടേഷൻ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. ആരെങ്കിലും ഓഡിയോ ഓൺ ആണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തേക്കണേ. സോ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുമ്പം നമ്മൾ രണ്ട് കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് അത് ഷിയർ ഫെയിലർ അതിന് സംഭവിക്കരുത്. രണ്ട്, അതിന് നമ്മളുടെ സേഫ് സെറ്റിൽമെന്റ് ലിമിറ്റിനേക്കാൾ കൂടരുത്. ഒന്ന് എന്ത് ചെയ്യരുത്, ആ സോയില് ഷിയർ ഫെയിലർ സംഭവിക്കരുത്. ഓക്കെ, അത് ചിലപ്പോൾ സെറ്റിൽമെന്റ് അധികം വന്നെന്നില്ല, അതിനു മുമ്പ് തന്നെ ഷിയർ ഫെയിലർ കാരണം ആ ഫൗണ്ടേഷൻ ഫെയിൽ ആയിപ്പോയി. അതല്ല എങ്കിൽ എന്ത് സംഭവിക്കും, ഷിയർ ഫെയിലർ ഉണ്ടാവുന്നില്ല, പക്ഷെ ഒത്തിരി സെറ്റിൽമെന്റ് ഉണ്ടായി. ഇപ്പൊ ആദ്യമേ നമ്മൾ പണിത് വെച്ച ഇവിടെ ആയിരുന്നു, പക്ഷെ ഒത്തിരി സെറ്റിൽമെന്റ് ഉണ്ടായി പോയി, പക്ഷെ ഷിയർ ഫെയിലർ എങ്ങും സംഭവിക്കുന്നില്ല. ഇതും നമുക്ക് ഡിസൈറബിൾ അല്ല. കാര്യം എന്താ, നമ്മളൊക്കെ പൈപ്പ് ലൈനും അതും ഇതും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതങ്ങ് കിഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ഡിസൈറബിൾ ആണോ? അല്ല, നമ്മളുടെ ആ ഒരു സിസ്റ്റത്തെ അത് അഫക്റ്റ് ചെയ്യും. സോ ഒന്ന്, ഷിയർ ഫെയിലിയറും സംഭവിക്കരുത്, രണ്ട്, സെറ്റിൽമെന്റും സംഭവിക്കരുത്. സോ നമ്മൾ എപ്പോഴും ഒരു ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യവും നോക്കും. ഈ ഒരു പാഠത്തിൽ നമ്മൾ ഷിയർ ഫെയിലിയർ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കും. പിന്നെ നമ്മൾ എന്ത് നോക്കും, നെക്സ്റ്റ് മൊഡ്യൂളിലാണെന്ന് തോന്നി സെറ്റിൽമെന്റ് രീതിയിലുള്ള സേഫ് ബിയറിംഗ് കപ്പാസിറ്റി നമ്മൾ നോക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ എന്ത് നോക്കും, ദ പ്രഷർ വിച്ച് ദ സോയിൽ ക്യാൻ സേഫ്ലി വിത്ത്സ്റ്റാൻഡ് ഈസ് നോൺ ആസ് എ അലവബിൾ ബിയറിംഗ് പ്രഷർ. അപ്പൊ നമ്മൾ പറയും സോയിലിന് ഇത്രയാണ് അലവബിൾ. അപ്പൊ നമ്മൾ പണിയുമ്പോൾ ഫൗണ്ടേഷന്റെ ഡയമെൻഷൻ ആ രീതിയിൽ കൊടുക്കണം, സോ ദാറ്റ് ഇതിനുള്ളിൽ നിൽക്കത്തക്ക രീതി. ഓക്കെ, സോയിലിന് ഒരു അലവബിൾ ബിയറിംഗ് പ്രഷർ കാണും. സോ നമ്മളുടെ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നതും നമ്മളൊരു ലോഡ് മുകളിൽ നിന്ന്, ഇപ്പൊ ഒരു സ്ട്രക്ചറിന്റെ ലോഡ് എല്ലാം കൂടെ വരുമ്പം ഉണ്ടാകുന്ന പ്രഷർ ഈ അലവബിൾ ബിയറിംഗ് പ്രഷറിനേക്കാൾ കുറവായിരിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ വി ഡിസൈൻ എ ഫൗണ്ടേഷൻ. ദെൻ കമ്മിങ് ടു ഡിഫറെന്റ് ടെർമിനോളജീസ്. സോ ഇത്രയും ബേസിക് ഡെഫിനിഷൻസ് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷൻ എന്ന് പറയുന്ന QU കണ്ടുപിടിക്കാനുള്ളതാണ് നിങ്ങളുടെ ടെർസാഗീസ് ഇക്വേഷൻ. അതിൽ നിന്നും വേറെ എന്തെങ്കിലും സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇനിഷ്യലി നിങ്ങൾ ഇതിന്റെ എല്ലാം ഡെഫിനേഷൻ വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് വൺ ഈസ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി. സോ വാട്ട് ഡു യു മീൻ ബൈ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി? It is a gross pressure at the base of the foundation at which the soil fails in shear. അതായത് ഇപ്പം ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, ആ ഫൗണ്ടേഷന് മേളിൽ ഒരു ലോഡ് വരുന്നു, ആ ഒരു ബിൽഡിങ്ങിന്റെ ലോഡ് Q, ഫൗണ്ടേഷന്റെ ലോഡ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള മണ്ണിന്റെ ലോഡ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ് എന്ത്, QU, അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി. സോ ഓവർ ബേർഡൻ, അതിന്റെ മണ്ടയ്ക്കുള്ള മണ്ണ്, അതേപോലെ തന്നെ ഈ ഫൗണ്ടേഷന്റെ വെയിറ്റ്, അതിന്റെ മണ്ടയ്ക്ക് ഇനി വരുന്ന നമ്മളുടെ ബിൽഡിങ്ങിന്റെ വെയിറ്റ്, എല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ് എന്ത്, QU എന്ന് പറയുന്നത്. Now, what do you mean by net ultimate bearing capacity എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെറ്റ് ഇൻക്രീസ് ഇൻ പ്രഷർ അറ്റ് ദ ബേസ് ഓഫ് ഫൗണ്ടേഷൻ ദാറ്റ് കോസസ് ഷിയർ ഫെയിലർ. അതായത് ഇതിൽ മണ്ണിന്റെ നമ്മൾ കൂട്ടുന്നില്ല. ഇത് DF എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ. അപ്പൊ ഇതുവരെയുള്ള മണ്ണിന്റെ ഗാമ എന്ന് പറയുന്നത് സോയിലിന്റെ ഡെൻസിറ്റി. അപ്പൊ ഗാമ ഇൻറ്റു DF എന്ന് പറയുന്നത് എന്താ, ഇവിടം വരെയുള്ള ഓവർ ബേർഡൻ, അവിടം വരെയുള്ള മണ്ണിന്റെ നമ്മൾ കൂട്ടുന്നില്ല. ബാക്കിയുള്ള വരുന്ന എക്സ്ട്രാ ലോഡ്, നെറ്റ് ഇൻക്രീസ് ഇൻ പ്രഷർ അറ്റ് ദ ബേസ് ഓഫ് ദ ഫൗണ്ടേഷൻ ദാറ്റ് കോസസ് ഷിയർ ഫെയിലിയർ ഓഫ് സോയിൽ. അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് എല്ലാം കൂടെ മണ്ണും മേളിൽ നിന്ന് വരുന്ന ലോഡ് എല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര പ്രഷർ ഉണ്ട് ഈ ഫെയിലിയർ ഉണ്ടാക്കാൻ വേണ്ടി. രണ്ടാമത് പറയുന്നത് എന്താ, നെറ്റ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ എത്ര പ്രഷർ വേണം സോ ദാറ്റ് ദ സോയിൽ ഫെയിൽസ് ഇൻ ഷിയർ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നെറ്റിൽ നിന്നും ഈ മണ്ണിൻ്റെത് കുറച്ചു കളഞ്ഞു. ഓക്കെ, ഫസ്റ്റ് അൾട്ടിമേറ്റ് കണ്ടുപിടിക്കും. അൾട്ടിമേറ്റിന്റെ നമുക്ക് ഇക്വേഷൻ ഉള്ളത്. ഇപ്പൊ നെറ്റ് അൾട്ടിമേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, അൾട്ടിമേറ്റ് കണ്ടുപിടിച്ചിട്ട് മൈനസ് ഗാമ ഇൻറ്റു DF ചെയ്താൽ മതി. ഇനി അടുത്തത് നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് റിയൽ ആയിട്ട്, അതായത് ഇത്രയാണ് എന്തായാലും സോയിൽ ഫെയിൽ ആകാൻ വേണ്ടി എടുക്കുന്ന പ്രഷർ. പക്ഷെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അത് അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല. ഫോർ എക്സാമ്പിൾ, യഥാർത്ഥത്തിൽ സോയിൽ ഫെയിൽ ആവുന്നത് ഒരു 50 kPa ലാന്ന് വിചാരിച്ചോ.
ഈ എക്സാക്ട്ലി 50 KPAക്ക് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്തായാലും സോയിൽ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ തിങ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അത് ഫെയിൽ ആയി പോകും. സോ നമ്മളൊരു കുറച്ച്, അതായത് 50 വേണ്ട 30ക്ക് തന്നെ ഫെയിൽ ആകൂ എന്ന് നമ്മൾ വിചാരിക്കും. എന്ത് ചെയ്യും, അത് സേഫർ സൈഡ് ആകാൻ വേണ്ടി നമ്മൾ അങ്ങനെ വിചാരിക്കും, കുറച്ച് കാണും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി, അതായത് നമുക്ക് കിട്ടിയ വാല്യൂവിന് ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി, യൂഷ്വലി 2 to 3 ഒക്കെയാണ് യൂഷ്വലി നമ്മൾ എടുക്കുന്ന വാല്യൂ. അപ്പൊ ആ ഒരു വാല്യൂയും കൊണ്ട് അതിനെ കുറച്ച് കാണും. ഓക്കെ, അപ്പൊ കിട്ടിയ നെറ്റ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കിട്ടും. നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി, അതായത് ഷിയർ ഫെയിലിയർ സംഭവിക്കാൻ വേണ്ടുന്നതിനെ നമ്മൾ സേഫ് ആയിട്ടൊരു വാല്യൂ കണ്ടുപിടിക്കുക. ഇനി ഗ്രോസ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ, ഈ നെറ്റ് വാല്യൂവിന്റെ കൂടെ നമ്മൾ മുമ്പേ കുറച്ച് കളഞ്ഞ ഗാമ DF ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഗ്രോസ് safe bearing capacity കിട്ടും, gross safe bearing capacity. So it is a maximum gross pressure which the soil can carry without shear failure. ഇത് shear failure ആകുന്ന സമയത്തെ ആണെങ്കിൽ shear failure ആകാതിരിക്കാൻ അതിനേക്കാൾ കുറച്ചൊരു വാല്യൂ നമ്മൾ ഡിസൈനിൽ എടുക്കുന്നത്. അതെന്ന് പറയുന്നതാണ് ഈ നെറ്റ് സേഫും ഗ്രോസ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിക്കുക എന്താ ഈ ഗാമ DFന് എന്തുകൊണ്ട് FOS കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ FOS അപ്ലൈ ചെയ്യത്തില്ല. FOS അപ്ലൈ ചെയ്യുന്ന വെച്ചാൽ അത്രയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. സോ ഈ ടേംസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടേംസ് മനസ്സിലാക്കണം, കാരണം വെച്ചാൽ ചിലപ്പോൾ ഫൈൻഡ് ദ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്നേ ചോദിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം അൾട്ടിമേറ്റ് കണ്ടുപിടിക്കണം, ദെൻ നെറ്റ് അൾട്ടിമേറ്റ് കണ്ടുപിടിക്കണം, അതിനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് ഗാമ DF ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കിട്ടത്തുള്ളൂ. സോ ഈ ഒരു ടേംസ് എല്ലാം ഓർത്തിരിക്കാം. നൗ നെക്സ്റ്റ് രണ്ടെണ്ണം കൂടെ ഉണ്ട്. നെറ്റ് സേഫ് സെറ്റിൽമെന്റ് പ്രഷർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഷിയർ ഫെയിലിയർ സംഭവിക്കാനുള്ള മാക്സിമം പ്രഷർ ആയിരുന്നു. ഇത് നമുക്കൊരു അലൗബിൾ സെറ്റിൽമെന്റിന്റെ കാര്യം കൂടെ പറഞ്ഞു. അപ്പൊ അലൗബിൾ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ഉള്ള നെറ്റ് പ്രഷർ ആണ് QNP അല്ലെങ്കിൽ നെറ്റ് സേഫ് സെറ്റിൽമെന്റ് പ്രഷർ. അപ്പൊ ഒന്ന്, ഷിയർ ഫെയിലിയർ ആകരുത്, നമ്മുടെ സോയിൽ എന്താവരുത്, ഷിയർ ഫെയിലിയർ ആവരുത്. രണ്ട്, ഷിയർ ഫെയിലിയർ സംഭവിക്കരുത്. രണ്ട്, സെറ്റിൽമെന്റ് ഒരു പെർമിസിബിൾ ലിമിറ്റിനേക്കാൾ കൂടരുത്. ഇതുവരെ നമ്മൾ പറഞ്ഞ QU QNU അതിൽ നിന്ന് കണ്ടുപിടിക്കുന്ന നെറ്റ് സേഫ്, അതേപോലെ തന്നെ ഗ്രോസ് സേഫും, ഇതെല്ലാം എന്താണ്, ഷിയർ ഫെയിലിയർ കൺസിഡറേഷൻ ആയിരുന്നു. ഇനി സെറ്റിൽമെന്റ് കൺസിഡറേഷൻ വെച്ചുള്ളതാണ് എന്ത്, QNP. ഓക്കെ, QNP എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് കൺസിഡറേഷൻ വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇത് നോക്കുക, മറ്റേതെല്ലാം കപ്പാസിറ്റികളായിരുന്നു, ഇതെല്ലാം പ്രഷറാണ്. സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്നൊക്കെയായിരുന്നു ഏറ്റെടുത്ത് പറയുന്നത്, ഇത് സേഫ് ബിയറിംഗ് പ്രഷർ, തിരിഞ്ഞു പോകരുത്. സോ ഇനി വാട്ട് യു മീൻ ബൈ നെറ്റ് അലൗബിൾ ബിയറിംഗ് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് QNS ഉണ്ട് ഷിയർ കൺസിഡറേഷൻ, QNP ഉണ്ട് സെറ്റിൽമെന്റ് കൺസിഡറേഷൻ. അപ്പൊ നമുക്ക് QNS ഫോർ എക്സാമ്പിൾ 30 കിട്ടി, ഇതെന്ന് പറയുന്നത് 20 കിട്ടി. അപ്പൊ നമ്മൾ 30ക്ക് ഡിസൈൻ ചെയ്യണോ 20ക്ക് ഡിസൈൻ ചെയ്യണോ? 20ക്ക് ഡിസൈൻ ചെയ്യാവൂ. കാര്യം എന്താ, 20ക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തായാലും അതിനുള്ളിൽ വന്നോളൂ, അപ്പൊ ഷിയർ ഫെയിലിയർ സംഭവിക്കത്തില്ല, സെറ്റിൽമെന്റ് കൺസിഡറേഷൻ ഓക്കെ ആവും. പക്ഷെ 30ക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിൽമെന്റ് കൺസിഡറേഷനേക്കാൾ കൂടുതൽ നമ്മൾ കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് എ മിനിമം ഓഫ് QNS ആൻഡ് QNP. അപ്പൊ നമ്മൾ ഡിസൈനിന് വേണ്ടിയിട്ട് ഏതാ ഉപയോഗിക്കുന്നത്, അതാണ് നെറ്റ് അലൗബിൾ ബിയറിംഗ് പ്രഷർ. ഓക്കെ, സോ ദർ ആർ 2 കൺസിഡറേഷൻ, ഷിയർ ഫെയിലിയർ കൺസിഡറേഷനും സെറ്റിൽമെന്റ് കൺസിഡറേഷനും. അങ്ങനെ നമ്മൾ ഒരു സെറ്റ് ഓഫ് ബിയറിംഗ് കപ്പാസിറ്റീസ് ഉണ്ട്, ഒരു സെറ്റ് ഓഫ് ബിയറിംഗ് പ്രഷർ നമ്മൾ കണ്ടുപിടിക്കും. ഇതിൽ ഏറ്റവും മിനിമം ഏതാ, അതാണ് നമ്മൾ ഡിസൈനിന് വേണ്ടി എടുക്കുന്നത്. സോ ഇതിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ നമ്മൾ മുമ്പേ പറഞ്ഞ തന്നെ ഗ്രോസ് ആൻഡ് നെറ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന്. ഓക്കെ, ഗ്രോസ് ആൻഡ് നെറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം. സോ കൺസിഡർ ദിസ് ഫൗണ്ടേഷൻ ഒന്ന് നോക്കുക. ഫൗണ്ടേഷനകത്ത് വരുന്ന എക്സ്ട്രാ ലോഡാണ് ഈ QN. എക്സ്ട്രാ ലോഡ് എന്ന് പറയുന്നത് ബിൽഡിങ്ങിന്റെയും അതിന്റെ മണ്ടയ്ക്കുള്ള പല ലോഡ്, നമ്മളുടെ ഈ ഫർണിച്ചർ, അത് ഇത് അങ്ങനെ വരുന്ന എക്സ്ട്രാ ലോഡാണ് ഈ QN എന്ന് പറയുന്നത്. ഓക്കെ, ഇനി WF എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ഫൗണ്ടേഷൻ. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഈ QG എന്ന് പറയുന്ന ഗ്രോസ് ലോഡ്, ഈ ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ലോഡും സ്മോൾ Q എന്ന് പറയുന്നത് പ്രഷറും. അപ്പം പ്രഷർ എന്ന് പറയുന്നത് Q/A. എപ്പോഴും ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് പ്രഷർ, സ്മോൾ Q. ക്യാപിറ്റൽ Q ആണ് നമ്മുടെ ലോഡ്. ഓക്കെ, അപ്പൊ ടോട്ടൽ QG എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ വരും, മുകളിൽ നിന്ന് വരുന്ന ലോഡ്, ഫൗണ്ടേഷന്റെ വെയിറ്റ്, അതേപോലെ തന്നെ സോയിലിന്റെ വെയിറ്റ്. ഇത് ഇത്രയാണ് ടോട്ടൽ ലോഡ് അല്ലെങ്കിൽ ഗ്രോസ് ലോഡ്. ഗ്രോസ് ലോഡ് ഈസ് ഈക്വൽ ടു QN പ്ലസ് WF പ്ലസ്
WS. ഓക്കെ, നൗ QN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എക്സ്ട്രാ ലോഡ്. വാട്ട് യു മീൻ ബൈ WF നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വെയിറ്റ് ഓഫ് ദ ഫൗണ്ടേഷൻ. ഇത് ഇത്രയാണ് ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ. DC എന്ന് പറയുന്നതാണ് ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ. അപ്പൊ ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ ഇൻറ്റു അതിന്റെ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ ഇൻറ്റു അതിന്റെ ഡെൻസിറ്റി എന്ന ഗാമ സി എന്ന് പറയുന്ന കോൺക്രീറ്റിന്റെ ഡെൻസിറ്റി ഇൻറ്റു അതിന്റെ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് കിട്ടിയല്ലോ. ലോഡ് കിട്ടി കാരണം വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ് ലോഡ്. വോളിയം ഇൻറ്റു ഡെൻസിറ്റി, വോളിയം ആണ് A ഇൻറ്റു DC പ്ലസ് ഇനി മുകളില് സോയിൽ എന്ന് പറയുമ്പോൾ ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ ടോട്ടൽ DF, ഈ കോൺക്രീറ്റ് DC. അപ്പൊ മുകളിൽ എത്രയുണ്ട് ഇനി ബാക്കി? DF മൈനസ് ഡി സി. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ടീച്ചർ തന്ന സാധനമാണ്. സോ DF മൈനസ് DC ആണ് ഇപ്പോഴത്തെ ഡെപ്ത് ഇൻറ്റു ഏരിയ ഇൻറ്റു സോയിലിന്റെ ഡെൻസിറ്റി. അപ്പൊ നമുക്ക് വെയിറ്റ് ഓഫ് ദ സോയിലും കിട്ടി. സോ QN കറക്റ്റ് ലോഡ് തന്നെ. WF വെയിറ്റ് ഓഫ് ദ ഫൗണ്ടേഷൻ നമ്മൾ എന്ത് ചെയ്ത്? ഏരിയ ഓഫ് ദ ഫൗണ്ടേഷൻ ഇൻറ്റു ഈ ഒരു തിക്നെസ് ഓഫ് ദ ഫൗണ്ടേഷൻ ഇൻറ്റു നമ്മളുടെ ഡെൻസിറ്റി ഓഫ് ദ ഫൗണ്ടേഷൻ. നൗ വെയിറ്റ് ഓഫ് സോയിൽ എങ്ങനെ കിട്ടി? എഗെയിൻ തിക്നെസ് ഓഫ് ദ സോയിൽ ഇൻറ്റു ബാക്കിലോട്ടുള്ള ഏരിയ ഇൻറ്റു അത്രത്തെ ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റി. സോ അത്രയാകുമ്പോൾ ലോഡ് കിട്ടി. ഇനി ഡിവൈഡഡ് ബൈ ഏരിയ മൊത്തം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രഷർ കിട്ടും. ഈ പ്രഷർ എന്ന് പറയുന്നത് ഗ്രോസ് പ്രഷർ ആണ്, ഗ്രോസ് പ്രഷർ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് QN ബൈ A. ഇനി രണ്ടാമത്തെ ടേമിൽ A ഉണ്ടായതുകൊണ്ട് ഡിവൈഡഡ് ബൈ A ചെയ്തപ്പോൾ അത് ക്യാൻസൽ ആയിപ്പോയി. മൂന്നാമത്തെ ടേമിൽ A ഉണ്ടായതുകൊണ്ട് അത് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, ഇനി ഇതില് ഈ ഒരു ടേമില് ഗാമ സി മൈനസ് ഗാമ എസ്. യൂഷ്വലി ഗാമ സി കോൺക്രീറ്റിന്റെ എന്ന് പറയുന്നത് 24ഉം ഗാമ എസ് എന്ന് പറയുന്നത് 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് യൂഷ്വലി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് അങ്ങ് നെഗ്ലക്ട് ചെയ്യാമെന്നാണ് യൂഷ്വൽ അസംഷൻ. അതുകൊണ്ട് നമുക്ക് QN ബൈ A പ്ലസ് ഗാമ സി മൈനസ് ഗാമ എസ് DC യെ നമുക്ക് QN ബൈ A എന്ന് തന്നെ അങ്ങ് വിളിക്കാം. അതുകൊണ്ട് ഇത് എന്തുവായി? QN ബൈ A എന്ന് പറയുന്നത് നെറ്റ് പ്രഷറും മറ്റേ ഗാമ എസ് ഇൻറ്റു DF എന്നുള്ള രീതി. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ QU എന്ന് പറയുന്നത് എന്താ? നെറ്റ് പ്ലസ് ഗാമ ഇൻറ്റു DF എന്ന് കിട്ടിയത് എങ്ങനെയാണെന്നുള്ള ഒരു ചെറിയൊരു ഡെറിവേഷൻ ആണ്. ഇത് ടീച്ചർ നോട്ട്ബുക്കിൽ തന്നതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ QU അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് എന്താ? അല്ലെ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഗ്രോസ് എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് പ്ലസ് ഗാമ ഇൻറ്റു DF. നെറ്റ് പ്ലസ് ഗാമ ഇൻറ്റു DF. ഓക്കെ, നെക്സ്റ്റ് മോഡ്സ് ഓഫ് ഷിയർ ഫെയിലിയർ. ഇപ്പൊ ഷിയർ ഫെയിലിയർ പല സോയിലും പല രീതിയിലാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ തരുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളുടെ ഈ ഫോർമുല ടെർസാഗിയുടെ ആദ്യത്തെ ഫോർമുല എന്ന് പറയുന്നത് ജനറൽ ഷിയർ ഫെയിലിയർ കൺസിഡറേഷൻ ആണ്. ഓക്കെ, ജനറൽ ഷിയർ ഫെയിലിയർ കൺസിഡറേഷൻ. അപ്പം സോയില് ഡെൻസ് സാൻഡ് സ്റ്റിഫ് ക്ലേ എന്നൊക്കെയാ പറയുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ജനറൽ ഷിയർ ഫെയിലിയർ. ഓക്കെ, സോ അപ്പൊ ഇതിന്റെ പ്രത്യേകത ഫൂട്ടിംഗ് റെസ്റ്റിംഗ് ഓൺ ഡെൻസ് സാൻഡ് ഓർ സ്റ്റിഫ് ക്ലേയിലായിരിക്കും നോർമലി ഈ ജനറൽ ഷിയർ ഫെയിലിയർ സംഭവിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത ലോഡ് അങ്ങോട്ട് കൂടി വരുമ്പോഴത്തേക്ക് പെട്ടെന്നായിരിക്കും എന്ത് സംഭവിക്കുന്നത്? ഫെയിലിയർ സംഭവിക്കുന്നത്. പെട്ടെന്ന് ഫെയിലിയർ സംഭവിക്കും. ഓക്കെ, അതായത് ലോഡ് അങ്ങനെ കൂടി വന്നു, പെല്ലെ അല്ല ഫെയിൽ ആയി പോകുന്നത്, വളരെ വേഗം തന്നെ ഇവിടെ ഫെയിലിയർ സംഭവിക്കുന്നത്. അപ്പൊ സെറ്റിൽമെന്റ് വേഗം തന്നെ കൂടും, അല്ല സെറ്റിൽമെന്റ് താഴോട്ട് കൂടുക. ഇപ്പൊ ലോഡ് പെല്ല കൂട്ടുന്നതനുസരിച്ച് വേഗം ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേക്ക്, അതാണ് നമ്മുടെ QU അൾട്ടിമേറ്റ് വാല്യൂ. ഒരു പർട്ടിക്കുലർ പോയിന്റ് അത് ഷാർപ്പ് ആയിരിക്കും, പെല്ലെ അല്ല. നമ്മൾ അടുത്തത് പറയുമ്പോൾ മനസ്സിലാവും ഭയങ്കര മെല്ലെ ആയിരിക്കും ഇത് സെറ്റിൽ ആയി വരുന്നത്. ഇത് പക്ഷേ വേഗം ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോഴത്തേക്ക് വേഗം തന്നെ സെറ്റിൽമെന്റ് സംഭവിക്കുന്നു. അതേപോലെ തന്നെ ഈ ഫെയിലിയർ സർഫസ് ഇത് ഗ്രൗണ്ട് ലെവൽ വരെ എത്തും. ഇങ്ങനെ ഫെയിൽ ആയി പോകുമ്പം ഗ്രൗണ്ട് ലെവൽ വരെ അതിന്റെ ഫെയിലിയർ സർഫസ് എത്തും. രണ്ട് സൈഡിലും ഹീവ്സ് കാണും, ഇങ്ങനെ പൊന്തി വരും. ഓക്കെ, ഹീവ്സ് കാണും. ഓക്കെ, ഇനിയും ഇതെന്ന് പറയുന്നത് നോർമലി രണ്ട് സൈഡിലും കാണത്തില്ല, ഏതെങ്കിലും ഒരു സൈഡിലോട്ടായിരിക്കും പർട്ടിക്കുലർലി ഇവർ തിരിഞ്ഞു പോകുന്നത്. ഇൻ റിയാലിറ്റി അതാണ് ഈ ഒരു ഫിഗർ കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ലെവലിനേക്കാൾ പൊന്തി ഇങ്ങനെ വരും. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇതിന്റെ ഫീച്ചേഴ്സും പഠിക്കണം, ഈ രണ്ട് ഫിഗറും പഠിക്കണം. വെൻ ഇറ്റ് ഈസ് ആസ്ക്ഡ് അത് ചോദിക്കുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് രണ്ടും ചേർത്ത് വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, നൗ ലോക്കൽ ഷിയർ ഫെയിലിയർ. മറ്റേത് ഡെൻസ് സാൻഡ് അല്ലെങ്കിൽ സ്റ്റിഫ് ക്ലേയിലാണെങ്കിൽ ലോക്കൽ ഷിയർ ഫെയിലിയർ സംഭവിക്കുന്ന എവിടെ? മീഡിയം ഡെൻസ് സാൻഡ് അല്ലെങ്കിൽ മീഡിയം കൺസിസ്റ്റൻസി ഉള്ള ക്ലേയിൽ. ഓക്കെ, അപ്പൊ മീഡിയം ഡെൻസ് സാൻഡ് എന്ന് ചോദ്യത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇക്വേഷനകത്ത് ചെറിയൊരു മാറ്റം വരുത്തണം. അത് ലാസ്റ്റിൽ ഞാൻ പറയാം. സോ ലോക്കൽ ഷിയർ ഫെയിലിയർ ആണോ നമ്മുടെ ജനറൽ ഷിയർ ഫെയിലിയർ ആണോ എന്ന് സോയിൽ മാറുന്ന അനുസരിച്ച് മാറും. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത ഇങ്ങനെ ലോഡ് കൂടി വന്നു,
ഒരു പർട്ടിക്കുലർ വാല്യൂ, ഫോർ എക്സാമ്പിൾ QU1, ഫസ്റ്റ് QU എത്തുമ്പോഴത്തേക്ക് ഫൗണ്ടേഷൻ ഒരു ചെറിയ ജേർക്സ് പോലെ വരും. ഓക്കെ, പെട്ടെന്നൊരു ഫെയിലിയർ അല്ല, ആദ്യം ഒരു ജേർക്സ് പോലെ വന്ന് വീണ്ടും എന്ത് ചെയ്യും, അവർ പതിയെ പതിയെ സെറ്റിലായി പോയി. പിന്നെ ഒരു ക്യൂ എത്തുമ്പോഴത്തേക്കാണ് ഒരു കുറച്ചും കൂടെ സഡൻ സെറ്റിൽമെന്റ് വരുന്നത്. അപ്പൊ ഇനിഷ്യലി എന്താ ജേർക്സ് ആയിട്ട് വരും, ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോഴത്തേക്ക് ജേർക്സ് ആയി വരുന്നു. ദെൻ അടുത്ത ഒരു QU എത്തുമ്പോഴത്തേക്കാണ് ലാർജ് സെറ്റിൽമെന്റ് അവിടെ ഉണ്ടാകുന്നത്. സോ വെൻ ദ ലോഡ് ഈക്വൽ ടു QU1 ഈസ് അപ്ലൈഡ്, the foundation movement is accompanied by sudden jerks. Then the failure surface gradually extends outward from the foundation. അപ്പോൾ ഫൗണ്ടേഷനിൽ നിന്ന് എന്ത് ചെയ്യും, ഫെയിലിയർ സർഫസ് പുറത്തേക്ക് വരും. പിന്നെ ലോഡ് കൂട്ടുന്തോറും ഇവർ സർഫസിലോട്ട് വരും. ഓക്കെ, വേഗം വരത്തില്ല സർഫസിലോട്ട്, ലോഡ് കൂട്ടി കൂട്ടി കൊടുക്കുമ്പോഴാണ് ലാർജ് സെറ്റിൽമെന്റിനോട് കൂടി സർഫസിലേക്ക് ആ ഫെയിലിയർ പ്ലെയിൻ വരുന്നത്. സോ ബിയോണ്ട് QU, അപ്പൊ QU-ന് ശേഷമാണ് എന്ത്, there is a when an increase of load is accompanied by ലാർജ് ഇൻക്രീസ് ഇൻ സെറ്റിൽമെന്റ്, അപ്പോഴാണ് ലാർജ് സെറ്റിൽമെന്റ് വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത, ഹീവ് വരും ലാർജ് സെറ്റിൽമെന്റ് ആകുമ്പോൾ മാത്രം. മെറ്റൈൻ്റെ അത്രയും ഇങ്ങനെ ഒരു ഹീവിങ് ഇല്ല. ജനറൽ ഷിയർ ഫെയിലിയറിനാണ് നിറച്ച് ഹീവിങ് ഉള്ളത്. ഇവിടെ ആകുമ്പോൾ അത്രയും ഹീവിങ് ഇല്ല. ഹീവിങ് വരുന്ന എപ്പോഴാണ്, ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ QU ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ ഹീവിങ് വരും. ഓക്കെ, ഹീവിങ് വരും. ഇനി അടുത്താണ് പഞ്ചിങ് ഷിയർ ഫെയിലിയർ. ഇതെന്ന് പറയുന്നത് മറ്റേത് ലൂസ് സാൻഡ്, മറ്റേന്ന് പറയുന്നത് മീഡിയം സാൻഡ്, ഡെൻസ് സാൻഡ് ആകുമ്പോൾ ഇവിടെ ലൂസ് സാൻഡ് ഓർ വെരി സോഫ്റ്റ് ക്ലേ, ലൂസ് സാൻഡ് ഓർ വെരി സോഫ്റ്റ് ക്ലേ. ഇവിടാണ് നമുക്ക് ആലോചിക്കാം, ഒരു സാധനം ലോഡ് കൂട്ടുമ്പോഴത്തേക്ക് പഞ്ച് ചെയ്തേ പോകുന്നുള്ളൂ. പഞ്ച് ചെയ്യുന്ന വെച്ചാൽ അത് കിഴിഞ്ഞങ്ങ് പോവുക. അതെന്ന് പറയുമ്പോൾ ലൂസ് സോയിൽ ആയിരിക്കണം. അപ്പോൾ പഞ്ചിങ് ഷിയർ ഫെയിലിയർ ഒക്കേഴ്സ് ഇൻ ഫെയർലി ലൂസ് സോയിൽ. പഞ്ചിങ് ഷിയർ ഫെയിൽ ഡസ് നോട്ട് ഡെവലപ്പ് ദ ഡിസ്റ്റിങ്ക്റ്റ് ഷിയർ സർഫസ്. അപ്പൊ ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഷിയർ സർഫസുകൾ ഇല്ല. അതേപോലെ തന്നെ ദ സോയിൽ ഔട്ട്സൈഡ് ദ ലോഡഡ് ഏരിയ റിമെയിൻസ് റിലേറ്റീവ്ലി അൺഇൻവോൾവ്. ഇതിന് ചുറ്റുമുള്ള സോയിലിന് പ്രത്യേകിച്ച് യാതൊരുവിധ മാറ്റവും ഇല്ല. ഇതിനടിയിലുള്ള സോയിലോട്ട് അല്ലെങ്കിൽ ഇതങ്ങ് സെറ്റിൽ ചെയ്ത് താഴോട്ട് പോകുന്നേ അല്ലാതെ ചുറ്റുമുള്ള സോയിലിന് യാതൊരുവിധ ബുദ്ധിമുട്ടും കിട്ടുന്നില്ല. Now the process of deformation of the footing involves compression of the soil directly below the footing as well as the vertical shearing of the soil around the footing perimeter. അതായത് ഇതിങ്ങനെ വെർട്ടിക്കലി ഷിയർ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. മനസ്സിലായല്ലോ? അതായത് ഇതിന് അടിയിലുള്ള സോയിൽ കംപ്രസ് ആകുകയും സൈഡിലുള്ളത് വെർട്ടിക്കലി ഷിയർ ചെയ്ത് പോകുന്നതല്ലാതെ അങ്ങോട്ട് ലാറ്ററലി യാതൊരുവിധ ഇൻവോൾവ്മെന്റും ഇല്ല സോയിലിൻ്റെത്. ഓക്കെ, അപ്പൊ മറ്റേതുപോലെ തന്നെ QU1 ആകുമ്പോൾ തൊട്ട് ചെറിയ ജേർക്സ് വരാൻ തുടങ്ങും. ബാക്കി അങ്ങോട്ട് സെറ്റിൽമെന്റ് വളരെ പെതുക്കെയായിരിക്കും. മറ്റേതുപോലെ സഡൻ സെറ്റിൽമെന്റ് അല്ല, പെല്ലെ ആയിരിക്കും ഇത് താഴോട്ട് ഇങ്ങനെ കിഴിഞ്ഞിറങ്ങി പോകുന്നത്. സോ ഇതിന്റെ ഡിഫറൻസ് എന്തായാലും പഠിച്ചു വെക്കുക, അത് മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കും. നൗ മെക്കാനിസം ഓഫ് ഷിയർ ഫെയിലിയർ. അപ്പം ഒരു ജനറൽ ഷിയർ ഫെയിലിയറിൽ എങ്ങനായിരിക്കും സോയിലിന്റെ, അതായത് പല പല സോൺസ് ഉണ്ട്, എങ്ങനായിരിക്കും ഇത് ഫെയിൽ ആകുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് എ ജനറൽ ഫെയിലിയർ മെക്കാനിസം ഇൻ സോയിൽ അറ്റ് അൾട്ടിമേറ്റ് ലോഡ്. നമ്മൾ പറഞ്ഞു ആ ഗ്രാഫിനകത്ത് നമ്മൾ പറഞ്ഞു ലോഡ് കൂടി ഒരു പർട്ടിക്കുലർ ലോഡ് എത്തുമ്പോഴേ ഭയങ്കര സെറ്റിൽമെന്റ് വരുന്നത്. ദാറ്റ് QU ആകുമ്പോൾ ഉള്ള ആ ഒരു സോയിലിന്റെ അവസ്ഥയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ട് താഴെയുള്ള ഒരു പോർഷനെ പറയുന്നത്, ഞാൻ ഈ ഗ്രീൻ കളറിലെ പോർഷനെ പറയുന്ന പേരാണ് വെഡ്ജ് സോൺ അല്ലെങ്കിൽ ആക്റ്റീവ് സോൺ. ഓക്കെ, ദിസ് ഈസ് വെഡ്ജ് സോൺ അല്ലെങ്കിൽ ആക്റ്റീവ് സോൺ. ഈ റോസ് കളറിൽ അപ്പുറം ഇപ്പുറം കാണുന്നതാണ് റേഡിയൽ ഷിയർ സോൺ. ദെൻ അതിന്റെ ഏറ്റവും അറ്റത്ത് കാണുന്ന പാസീവ് സോൺ. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കും, ഒരു ഫൂട്ടിംഗ് ഉണ്ട്, ഫൂട്ടിങ്ങിന്റെ താഴെയുള്ളത് വെഡ്ജ് സോൺ. ഓക്കെ, പിന്നെ ഇത് ഇങ്ങനെ ഇവിടെ ഗ്രൗണ്ട് സർഫസ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകണം, ഗ്രൗണ്ട് സർഫസ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകണം. അങ്ങനെ പോകുമ്പോൾ പിന്നെ ഒരു ട്രയാങ്കിൾ പോലെ സൈഡിൽ രണ്ടിടത്തും വരയ്ക്കുന്നു. ഓക്കെ, ഇത് 45 - 5/2. ഇപ്പുറത്തും അതേപോലെ തന്നെ ഞാൻ ഒരു സൈഡിൽ എഴുതിയിട്ടുള്ളൂ 45 - 5/2. ഇത് വന്നിട്ട് 5 ആണെന്ന് അസ്യൂം ചെയ്തേക്കുന്നത്. ഈ വെഡ്ജിൻ്റെത് 5 ആണെന്ന് അസ്യൂം ചെയ്തേക്കുന്നത്. ഇവിടെ 45 - 5/2, ഇവിടെയും 45 - 5/2. ഓക്കെ, അപ്പൊ ഇതിന്റെ 3 സോണുകൾ എന്താ, ഇപ്പൊ മെക്കാനിസം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ പടം വൃത്തിയായിട്ട് വരയ്ക്കണം. അപ്പൊ ഇതിനകത്ത് ഓവർബർഡൻ പ്രഷർ ആണ് γ-DF. ടോട്ടൽ പ്രഷർ വരുന്നത് QU, അൾട്ടിമേറ്റ് പ്രഷർ ആണ് QU എന്ന് പറയുന്നത്. ആൻഡ് ഈ സോണുകളും പിന്നെ ഈ ആംഗിളുകളും കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുക, മെഷർ അല്ല വരയ്ക്കുക. ഓക്കെ, ഇനി വെഡ്ജ് സോണിന്റെ പ്രത്യേകത എന്താ, അവിടെ സോയിൽ ഇലാസ്റ്റിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ദ സോയിൽ വിൽ ബി ഇൻ ഇലാസ്റ്റിക് ഇക്വിലിബ്രിയം അറ്റ് വെഡ്ജ്. അപ്പൊ ആ വെഡ്ജിന്റെ അവിടെ സോയില്
ഇലാസ്റ്റിക് ഇക്വിലിബ്രിയം ആയിരിക്കും. ആൻഡ് ഇതിന് വെഡ്ജ് ബിനീത് ദ സോയിൽ ഈസ് പ്രിവെന്റഡ് ഫ്രം എനി ലാറ്ററൽ yield. ഓക്കെ, അതായത് ബിനീത് സോയിൽ അല്ല, ബിനീത് ഫൗണ്ടേഷൻ, അതായത് ബേസ് ഓഫ് ദ ഫൗണ്ടേഷന് താഴെയുള്ള വെഡ്ജ് ഇല്ലേ, അതിന് സൈഡിലോട്ട് ഒരു ഈൽഡിങ് ഇല്ല. ഓക്കെ, സൈഡിലോട്ട് പോകത്തില്ല. ഇത്രയും പോർഷൻ ആ ഫൗണ്ടേഷന്റെ കൂടെ തന്നെ താഴോട്ട് പോകുന്ന പോർഷൻ ആയിരിക്കും. ഓക്കെ, മറ്റ് സൈഡിലുള്ള സോയിൽ മേലോട്ട് കയറി ഹീവിങ്ങിന് പോകുമ്പം ഇത്രയുമുള്ള സോയിൽ എന്ത് ചെയ്യും, ഫൗണ്ടേഷനൊപ്പം തന്നെ താഴോട്ടേ പോകത്തുള്ളൂ. സോ ഇറ്റ് ബിഹേവ്സ് ആസ് ഇഫ് ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ദ ഫൂട്ടിങ്. ഫൂട്ടിങ്ങിനൊപ്പം തന്നെ താഴോട്ട് പോകും. ദർ ഇസ് നോ ലാറ്ററൽ yield അറ്റ് ദിസ് പോർഷൻ ആൻഡ് ദ ആംഗിൾ, ഇവിടുത്തെ ആംഗിൾ എന്താന്നാ പറയുന്നത്, ഫൈ. ഇത്രയും ആംഗിൾ എന്ന് പറയുന്നത് ഫൈ ആയിരിക്കും. ഈ രണ്ട് സൈഡിലും ഫൈ ആണ് ആംഗിൾ എന്ന് പറയുന്നത്, ഫൈ. ഓക്കെ, നൗ സെക്കൻഡ് വൺ ഈസ് റേഡിയൽ ഷിയർ സോൺ. റേഡിയൽ ഷിയർ സോൺ എന്ന് പറയുമ്പോൾ ഇത് ഫൂട്ടിങ്ങിന് താഴെ വെഡ്ജ്, ആൻഡ് നെക്സ്റ്റ് സോൺ ഈസ് ഈ ഒരു സോൺ ആണ് സെക്കൻഡ് സോൺ ആണ് റേഡിയൽ ഷിയർ സോൺ. ഇവിടുത്തെ ഈ ഒരു ആർക്കിന്റെ പ്രത്യേകത, ഇത് ലോഗരിതമിക് സ്പൈറൽ. ഈ ആർക്ക് ലോഗരിതമിക് സ്പൈറൽ ആയിരിക്കും. ആൻഡ് ഫൈനൽ സോൺ, ഈ തേർഡ് സോൺ ആണ് റാങ്കൈൻസ് പാസീവ് സോൺ. ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് മുകളിൽ നിന്നുള്ള ഗാമ ഡി എഫ് അവിടെ സർചാർജ് ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് അവിടുത്തെ പ്രത്യേകത. സോ പടം വൃത്തിയായിട്ട് വരയ്ക്കുക, 3 സോണുകൾ എഴുതുക, ഇതിന്റെ പ്രോപ്പർട്ടീസ് എഴുതുക, ഫെയിലിയർ മെക്കാനിസം ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഒരു ജനറൽ ഷിയർ ഫെയിലിയർ അണ്ടർ എ ഷാലോ ഫൗണ്ടേഷൻ. ഓക്കെ, അക്കോർഡിംഗ് ടു ടെർസാഗി. ഇത് ടെർസാഗി, ബാക്കിയുള്ളവർ പലരും ഓരോ അനാലിസിസ് പറഞ്ഞിട്ടുണ്ട്. ഇത് ടെർസാഗിയുടെ അനാലിസിസ് ആണ്. ഇങ്ങനെ പുള്ളി ഡിറൈവ് ചെയ്തത് ഈ ഒരു അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ്. Now, assumptions of Terzaghi's bearing capacity. അപ്പോൾ ബിയറിംഗ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ വാട്ട് ആർ ദി അസംഷൻസ് ടെർസാഗി മെയ്ഡ്? ഒന്ന്, ഫൂട്ടിംഗ് ഈസ് എ സ്ട്രിപ്പ് ഫൂട്ടിംഗ്. അപ്പോൾ പലതരത്തിലുള്ള ഫൂട്ടിംഗ് ഉണ്ട്, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കേണ്ടതായിരുന്നു. സോ പലതരത്തിലുള്ള ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഉണ്ട്. സ്ട്രിപ്പ് ഫൂട്ടിങ്ങിന്റെ പ്രത്യേകത നമ്മുടെ വോളിലൊക്കെ അടിയിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ നീണ്ടു കിടക്കും. ഓക്കെ, സ്ട്രിപ്പ് ഫൂട്ടിംഗ്. അപ്പോൾ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ് ഇവിടെ. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വിഡ്ത്തിനേക്കാൾ ഭയങ്കര ലാർജ് ആണ്. സോ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ് പുള്ളി അസ്യൂം ചെയ്തേക്കുന്നത്. Soil is homogeneous, semi-infinite and isotropic, just like the other theories. Then the problem is 2-dimensional. നമ്മൾ ഇവിടെ 3-dimensional അല്ല, 2-dimensional ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. Then principle of superposition is valid. നമ്മൾ ഫോഴ്സും അതും ഇതും ഒക്കെ റിസോൾവ് ചെയ്യുമ്പോൾ principle of superposition valid ആണ്. Then base of the footing is assumed to be rough. Okay. Then the base of footing is laid at shallow depth. നമ്മൾ ഇവിടെ shallow foundation ആണ്, not deep foundation, shallow foundation ആണ് ഇത് അപ്ലൈ ചെയ്തേക്കുന്നത്. Then loading is vertical and symmetrical. അതായത് മേളിൽ ഇങ്ങനെ സിമെട്രിക്കൽ ലോഡിംഗ് ആയിരിക്കും, അൺസിമെട്രിക്കൽ ലോഡിംഗ് അല്ല. എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് സെന്റർ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സിമെട്രിക്കൽ ലോഡിംഗ് ആണ്. ദെൻ നമ്മളുടെ ഇവിടുത്തെ ഷിയർ ഫെയിലിയർ ഏത് ടൈപ്പ് ആണ്? ജനറൽ ഷിയർ ഫെയിലിയർ ആണ്. ഗ്രൗണ്ട് സർഫസ് ഹൊറിസോണ്ടൽ ആണ്. പിന്നെ ദ ഷിയറിംഗ് റെസിസ്റ്റൻസ് ഓഫ് സോയിൽ ബിറ്റ്വീൻ ദ ഗ്രൗണ്ട് സർഫസ് ആൻഡ് ദ ബേസ് ഓഫ് ദ ഫൂട്ടിംഗ് ഈസ് നെഗ്ലക്റ്റഡ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് താഴെയുള്ള ഷിയറിംഗ് സ്ട്രെങ്ത് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ, അല്ലാണ്ട് ഗ്രൗണ്ട് സർഫസും ബേസ് ഓഫ് ദ ഫൂട്ടിങ്ങിന്റെയും ഇടയിലുള്ള ഷിയർ സ്ട്രെങ്ത് നമ്മൾ കൂട്ടിയിട്ടില്ല. ഷിയർ റെസിസ്റ്റൻസ് ഓഫ് സോയിൽ ബിറ്റ്വീൻ ദ ഗ്രൗണ്ട് സർഫസ് ആൻഡ് ദ ബേസ് ഓഫ് ഫൂട്ടിംഗ് ഈസ് നെഗ്ലക്റ്റഡ്. ദസ് ദ ഫൂട്ടിംഗ് ഈസ് കൺസിഡേർഡ് ആസ് എ സർഫസ് ഫൂട്ടിംഗ് വിത്ത് എ യൂണിഫോം സർജ്. അപ്പൊ നമ്മൾ വിചാരിച്ചേക്കുന്നത് ആ സർഫസ് ഫൂട്ടിംഗ് ആണ്, ഇവിടെ ഒരു ജസ്റ്റ് ഒരു സർചാർജ് ആയിട്ടാണ് സംഭവം കൊടുത്തേക്കുന്നത്. അല്ലാണ്ട് ഇവിടുത്തെ ഷിയർ റെസിസ്റ്റൻസ് ഈ നമ്മൾ സാധാ എങ്ങനെ ചെയ്തേക്കുന്നത്, മണ്ണി കുഴിച്ചു വെച്ചേക്കുക, എന്ത് ഫൗണ്ടേഷൻ മണ്ണിനകത്തായിരിക്കുന്നത്. പക്ഷെ ഇതനുസരിച്ച് മണ്ണിന് മുകളിൽ ഇരിക്കുന്ന ഒരു ഫൗണ്ടേഷൻ പോലെ, ബട്ട് ഇവിടെ കൂടെ സർചാർജ് കൊടുത്തേക്കുന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, അസ്യൂം ചെയ്തേക്കുന്നത്. ഓക്കെ, നൗ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ ഈസ് ഗവേൺഡ് ബൈ മോർ കുളംസ് ക്രൈറ്റീരിയ. എന്താ മോർ കുളം ക്രൈറ്റീരിയ? എസ് ഈസ് ഈക്വൽ ടു സി പ്ലസ് സിഗ്മ ടാൻ ഫൈ. അതാണ് ഇതിന്റെ ഷിയർ സ്ട്രെങ്ത് എന്നാണ് അസ്യൂം ചെയ്തേക്കുന്നത്. സോയിലിന്റെ അസ്യൂം ചെയ്തേക്കുന്നതല്ല, നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന അതാണ്. സോ അങ്ങനെയാണ് ഷിയർ സ്ട്രെങ്ത്തിന്റെ കാൽക്കുലേഷൻ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇതാണ് അസംഷൻസ്. ഓൾമോസ്റ്റ് എല്ലായിടത്തും കണ്ട അസംഷൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നൗ ഇതിന്റെ ഡെറിവേഷൻ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ട, സിലബസിൽ പറഞ്ഞിട്ടുണ്ട് ഡെറിവേഷൻ വേണ്ടാന്ന്. ബട്ട് നിങ്ങളുടെ ടീച്ചർ ഇതിന്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല ചോദിക്കുമെന്ന്, ബട്ട് സ്റ്റിൽ മാം നോട്ടിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായതുകൊണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ആ വെഡ്ജ് ഇല്ലേ, ബേസ് ഓഫ് ദ ഫൂട്ടിങ്ങിന് തൊട്ട് താഴെയുള്ള വെഡ്ജ്, ആ വെഡ്ജ് മാത്രമാണ് ഇനി വരച്ചേക്കുന്നത്. അതിനകത്ത് ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുള്ളത് നോക്കാം. ഒന്ന്, താഴോട്ട് ആക്ട് ചെയ്യുന്നത്
ഇത്രയും സോയിലിന്റെ വെയിറ്റ്, ഇത്രയും സോയിലിന്റെ വെഡ്ജ് ഓഫ് ദ വെയിറ്റ്, സോറി വെയിറ്റ് ഓഫ് ദ വെഡ്ജ് ആണ് ഈ W. ഇനി അടുത്തത് കൊഹിഷൻ ഉണ്ട്. ഇപ്പൊ ഇവിടെയും സോയിൽ ഇവിടെയും സോയിൽ, ഇവര് തമ്മിൽ എന്തോ ഉണ്ട്, ഒരു ഒട്ടലുണ്ടല്ലോ. സോ ദാറ്റ് ഈസ് കൊഹിഷൻ. ഈ ഒരു സൈഡിലത്തെ സ്ലോപ്പിംഗ് എഡ്ജിൽ എന്തോ ഉണ്ട്, കൊഹിഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ താഴത്തെ സോയിലോട്ട് ഇവര് ഇങ്ങനെ അമങ്ങുവാ. എന്താ ഫൂട്ടിങ് എന്ത് ലോഡ് വരുമ്പോഴത്തേക്ക് താഴോട്ട് ഇങ്ങനെ അമങ്ങുവാ. അപ്പൊ ഇവിടുന്ന് ഒരു പാസീവ് പ്രഷർ ഇതിന് വരുന്നുണ്ട്, ഒരു പാസീവ് പ്രഷർ. പാസീവ് പ്രഷർ എന്ന് പറയുമ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കംപ്രഷൻ വരുന്നിടത്താണ് പാസീവ് പ്രഷർ വരുന്നത്. സോ താഴത്തെ സോയിലിൽ നിന്ന് ഒരു പാസീവ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ ഫൈ ആംഗിൾ ആക്ട് ചെയ്യുന്ന ഒരു പാസീവ് പ്രഷർ. അത് രണ്ടിടത്തും ഉണ്ട്. പിന്നുള്ള ലോഡ് ഏതാ, മുകളിൽ നിന്നുള്ള ലോഡ് ഉണ്ട്. മുകളിൽ നിന്നുള്ള ലോഡ് വിച്ച് ഈസ് ഈക്വൽ ടു QU ഇൻറ്റു B ഇൻറ്റു 1. കാരണം മുകളിൽ നിന്ന് QU എന്ന് പറയുന്ന ഒരു ഡെൻസിറ്റി, ഫൂട്ടിങ്ങിന്റെ സൈസ് B, പിന്നെ അങ്ങോട്ടുള്ള ലെങ്ത് നമ്മൾ 1 ആയിട്ട് എടുത്തു. അതുകൊണ്ടാണ് QU ഇൻറ്റു B ഇൻറ്റു 1. സോ എല്ലാ ഫോഴ്സും നമുക്ക് നോക്കാം. ഇൻക്ലൈൻഡ് സർഫസിലുള്ള C ഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാസീവ് പ്രഷർ ഞാൻ പറഞ്ഞു, ദെൻ ഡൗൺവേർഡ് ഫോഴ്സ് ആയിട്ടുള്ള QU ഇൻറ്റു B, പിന്നെ വെയിറ്റ് ഓഫ് ദ വെഡ്ജ്. ഈ വെയിറ്റ് ഓഫ് ദ വെഡ്ജ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഇൻറ്റു അവിടുത്തെ ഡെൻസിറ്റി. ആ ട്രയാങ്കിളിന്റെ ഏരിയ എടുത്തപ്പോഴേക്കാണ് ഇത്രയും വലിയ ടേംസ് വന്നത്. ഓക്കെ, ട്രയാങ്കിളിന്റെ ഏരിയ ഇൻറ്റു ഡെൻസിറ്റി. ദെൻ ലെങ്ത് ഓഫ് ദി ACM ഇതേപോലെ ട്രിഗ്നോമെട്രി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതാണ് B/2 cos phi. B/2 cos phi. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫോഴ്സസിനെ നമ്മൾ റിസോൾവ് ചെയ്യുന്നതാ. ഏതാ, ഡൗൺവേർഡ് ഫോഴ്സ് ആരൊക്കെയാ, മേളിൽ നിന്ന് വരുന്ന ലോഡ് ഡൗൺവേർഡ് ആണ്, വെയിറ്റ് ഡൗൺവേർഡ് ആണ്. മേലോട്ട് ആക്ട് ചെയ്യുന്ന PP മേലോട്ടാണ്. ഈ C കാരണം ഉള്ളതിനെ നമ്മൾ മേലോട്ട് റിസോൾവ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതാ. അതായത് QUയും ഇയാളും ഒരേ സൈഡിലോട്ട്, അപ്പൊ ഇയാളെ അപ്പുറത്തോട്ട് പോയപ്പോഴാണ് നെഗറ്റീവ് വന്നത്. ഓക്കെ, അപ്പൊ ഫോഴ്സ് ഇക്വിലിബ്രിയം ചെയ്തു, വെർട്ടിക്കൽ ഡയറക്ഷനുള്ള ഫോഴ്സ് ഇക്വിലിബ്രിയം ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. ആക്ച്വലി ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല, സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നിൽക്കാത്തത്. ദെൻ PP കോമ്പോണന്റ് എന്ന് പറയുന്നത് ആക്ച്വലി 3 കോമ്പോണന്റ് അടങ്ങിയിരിക്കുന്നതാ. ഒന്ന് ഗാമ, PP ഗാമ ഉള്ളപ്പം, അതായത് PP ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഹിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അതേപോലെ തന്നെ മുകളിൽ നിന്ന് ലോഡ് വരുന്നില്ല. ആ രണ്ട് കേസിലും ആരുടെ മാത്രമേ ഉള്ളൂ, ഡെൻസിറ്റി ഓഫ് ദ സോയിൽ കാരണം, അതായത് സോയിലിന്റെ വെയിറ്റ് മാത്രം കാരണമുള്ളൊരു PP. ഓക്കെ, ഇനി അടുത്ത PP എന്ന് പറയുന്നത് കൊഹിഷൻ കാരണമുള്ളത് മാത്രം. നമുക്കറിയാം PPയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, KP ഇൻറ്റു ഗാമ ഇൻറ്റു അത്രയും ഡെപ്ത് പ്ലസ് 2C റൂട്ട് KP. ഇതല്ലായിരുന്നു ഇക്വേഷൻ. അപ്പൊ C ഉണ്ട്, അതേപോലെ തന്നെ ഗാമയുണ്ട്, പിന്നെ അതേപോലെ എന്തോ ഉണ്ട്, മുകളിൽ നിന്ന് എന്തെങ്കിലും ലോഡ് വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ വരും, Q0. സർചാർജ് ഉണ്ടെങ്കിൽ Q0 ഇൻറ്റു ഗാമ H അല്ലേ. ഇത് ഇത്രയും അടങ്ങുന്ന ടേം ആ PP. ഇനി ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം 0 ആയി കഴിഞ്ഞാൽ മൂന്നാമത്തെ ആള് മാത്രം ഉള്ളപ്പം ഉള്ള എല്ലാ കണ്ടീഷനും അവർ PPയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് അവർ ബാക്കി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഡെറിവേഷൻ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. അങ്ങനെ അവരെന്ത് ചെയ്യും, ഓരോന്നും ഇട്ടുകൊടുത്ത് ഫൈനലി കിട്ടുന്നതാണ് നമ്മളുടെ ഈ ജനറൽ ഷിയർ ഫെയിലിയറിനുള്ള കണ്ടീഷൻ. അതായത് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു CNC പ്ലസ് QNQ പ്ലസ് ഗാമ പ്ലസ് ഹാഫ് ഗാമ BN ഗാമ. NC NQ N ഗാമ ഇതിന്റെ എല്ലാം വാല്യൂസ് ക്വസ്റ്റ്യനിൽ തരേണ്ടതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, പക്ഷെ ഇക്വേഷൻ ഭയങ്കര വലുതാ, സോ അത് ക്വസ്റ്റ്യനിൽ തരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി, ഇവിടെ എനിക്ക് പറയാനുള്ളത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റിക്ക് വേണ്ടിയുള്ളതാ. ഓക്കെ, അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി. സോ ഇനിഷ്യലി നമ്മൾ പഠിച്ച ഡെഫിനിഷൻസ് നോക്കണം, അതിൽ അൾട്ടിമേറ്റ് ആണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ കിട്ടുന്നത്. ചിലപ്പം ചോദ്യം നെറ്റ് സേഫ് ആയിരിക്കാം, അല്ലെങ്കിൽ നെറ്റ് അൾട്ടിമേറ്റ് ആയിരിക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം എന്താ ചോദിച്ചിരിക്കുന്നത്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് QU മാത്രമേ കിട്ടൂ, ബാക്കിയുള്ള കാൽക്കുലേഷൻ ഡെഫിനിഷനെയും നിങ്ങൾ പോയി എടുത്ത് ചെയ്യണം. ഓക്കെ, ദെൻ ആദ്യത്തെ എന്താ, CNC പ്ലസ് Q. ഇപ്പൊ C എന്താ ക്വസ്റ്റ്യനിൽ ഇതാ തന്നിരിക്കുന്നത്, അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ആ തന്നിരിക്കുന്നത്. നിങ്ങൾ C എങ്ങനെ കണ്ടുപിടിക്കും, ഒരാൾ പറഞ്ഞേ, ഭാവന. അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ആ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ C എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും, ഈ Q അല്ലല്ലോ, അതെ QU/2. ചില ക്വസ്റ്റ്യനിൽ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്തേ തരത്തുള്ളൂ, അപ്പൊ നിങ്ങൾ QU/2 ചെയ്തു. ദെൻ CNC പ്ലസ് Q0NQ. ഈ Q0 എന്ന് പറയുന്നത് ഓവർബേർഡൻ പ്രഷറാണ്. ഓവർബേർഡൻ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫൂട്ടിങ്.
ഇതാണ് ഫൂട്ടിംഗ് എങ്കിൽ. ഇത് ശ്രദ്ധിച്ചിരിക്കണം. ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇത് ശ്രദ്ധിച്ചിരുന്നോണം. രണ്ടാമത്തെ ടേം എൻ ക്യൂവിന്റെ കൂടെയുള്ള ക്യൂ എന്ന് പറയുന്നത് നമ്മളുടെ ഡെപ്ത് ഓഫ് ദ ഫൂട്ടിംഗ് ഡി എഫ് ആണ് എങ്കിൽ ഇത്രയും വരെ ഉള്ള ഇവിടെ ഉള്ള ഗാമ ഇൻറ്റു ഈ ഡി എഫ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഞാൻ പ്രത്യേകം പറയുന്നത് രണ്ട് സോയിൽ ലെയറാ. ഇവിടെ ഗാമ 1 ഇവിടെ ഗാമ 2 ആണെങ്കിൽ രണ്ടാമത്തെ ടേമിന് എടുക്കേണ്ടത് ഇവിടം വരെയുള്ള സംഭവം ഗാമ 1. ഓക്കെ, ഗാമ 1 ഇൻറ്റു ഡി എഫ് ആണ് രണ്ടാമത്തെ Q0 ഇൻറ്റു എൻ ക്യൂ പ്ലസ് ഹാഫ് ബി എൻ ഗാമ. നിങ്ങൾ പറയുന്നത് എങ്ങനെ? ഹാഫ്, ഞാൻ ബി ഗാമ എൻ ഗാമ എന്നാ പറഞ്ഞു പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഹാഫ് ഗാമ ബി എൻ ഗാമ. സോ അതെന്ന് പറയുന്നത് താഴത്തെ കേട്ടോ. അതായത് ഈ ഡി എഫിന് തൊട്ട് താഴെ വരുന്ന ഏതാ അതാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, ആ ഗാമയാണ് ഇവിടെ വരേണ്ടത്. യൂഷ്വലി മൊത്തം ഒരേ സോയിൽ തന്നെ ആയിരിക്കും, ചിലപ്പോൾ വെള്ളത്തിന്റെ ലെവൽ മാറി എന്നായിരിക്കും. എന്നിരുന്നാലും ഓർത്തോ, ഇത് ഡി എഫിന്റെ മുകളിലുള്ളതും ഇത് ഡി എഫിന് ശേഷം താഴോട്ടുള്ള ഗാമയാണ് ഇവിടെ എടുക്കേണ്ടത്. വാട്ട് ഈസ് ബി? ബി ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ ഫൗണ്ടേഷൻ. എൻ ഗാമ ക്വസ്റ്റിനെ കാണും, എൻ ഗാമ ക്വസ്റ്റിനെ കാണും. സോ സി എൻ സി പ്ലസ് ക്യു എൻ ക്യു പ്ലസ് ഹാഫ് ബി ഗാമ എൻ ഗാമ. ഓക്കെ, ഇത് പഠിച്ചു വെക്കാമല്ലോ. ഇതാണ് നമ്മളുടെ ജനറൽ ഷിയർ ഫെയിലിയർ. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ജനറൽ ഷിയർ ഫെയിലിയർ? ഇത് ഏത് ഫൂട്ടിങ്ങിന് വേണ്ടിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? അസംഷനിൽ ഞാൻ പറഞ്ഞു. ആര് പറയും? ദേവിക, ഇത് ഏത് ഫൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു? സ്ട്രിപ്പ് ഫൂട്ടിംഗ്. അതെ, സ്ട്രിപ്പ് ഫൂട്ടിംഗ്. അപ്പൊ സ്ട്രിപ്പ് ഫൂട്ട് ചോദ്യം ശ്രദ്ധിക്കണം, ഏത് ഫൂട്ടിംഗ് ആണ്? സ്ട്രിപ്പ് ഫൂട്ടിംഗ്. അതേപോലെ ജനറൽ ഷിയർ ഫെയിലിയർ ആണോ അല്ലയോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി അതല്ല, ജനറൽ ഷിയർ ഫെയിലിയർ ഒന്നും തന്നിട്ടില്ല, ലോക്കൽ ഷിയർ ഫെയിലിയർ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞു, എൻ സി എൻ ക്യു എൻ ഗാമയ്ക്ക് ഇക്വേഷൻ വാല്യൂ തരേണ്ടതാണ്, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. ഇത്രയൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരിക്കും പഠിക്കാൻ. സോ അതുകൊണ്ട് ചോദ്യത്തിലുണ്ട്, നിങ്ങളുടെ കഴിഞ്ഞ സീരീസിന്റെ നോക്കിയപ്പോൾ അതിലുണ്ട്, വാല്യൂസ് തന്നിട്ടുണ്ട്. ഓക്കെ, ആകെ ഫൈയുടെ വാല്യൂ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു ടേബിൾ ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ജനറൽ ഷിയർ ഫെയിലിയർ ആണെങ്കിൽ അങ്ങനെ. ഇനി ലോക്കൽ ഷിയർ ഫെയിലിയർ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ സിയുടെ വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. അതിന്റെ 2/3 ആയിരിക്കും നിങ്ങൾ സി ആയിട്ട് എടുക്കേണ്ടത്, അതായത് ഫോർമുലയിൽ ഇട്ട് കൊടുക്കണം. അപ്പൊ ലോക്കൽ ജനറൽ ഷിയർ ഫെയിലിയറിന്റെ ഇക്വേഷൻ ആണ് മറ്റേത്. ലോക്കൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? തന്നിരിക്കുന്ന സിയുടെ 2/3 എടുത്തു കഴിഞ്ഞാൽ പുതിയ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കേണ്ട സി കിട്ടും. അതേപോലെ തന്നിരിക്കുന്ന ഫൈയുടെ, ഇപ്പൊ ടാൻ ഫൈ ആണ് നിങ്ങൾക്ക് ചോദ്യത്തിൽ നിങ്ങൾക്ക് ഫൈ ആക്ച്വലി നിങ്ങൾക്ക് അതിലെങ്ങും വരുന്നില്ല അല്ലെ? ഫൈ ഇക്വേഷനിലെങ്ങും വരുന്നില്ലല്ലോ. സി എൻ സി അത് ബാക്കി കണ്ടുപിടിക്കാനായിരുന്നു, ഫൈ എങ്ങും വരുന്നില്ല. സോ സിയിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ മാറ്റം വരുത്തേണ്ടി വരുന്നുള്ളൂ. ഓക്കെ, സി 2/3 സി എടുത്താൽ മതി, മറ്റേത് എങ്ങും വരുന്നില്ല ആക്ച്വലി. ഇപ്പൊ ഇവിടെ ഫൈ നമ്മൾ പുതിയത് കണ്ടുപിടിച്ച് ഇതിനകത്ത് ഇട്ടുകൊടുത്ത് കണ്ടുപിടിക്കണമായിരുന്നു പുതിയ ഫാക്ടേഴ്സ്. സോ അല്ലാതെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈ ഇക്വേഷനിൽ ഇല്ലല്ലോ, ഇക്വേഷനിൽ ഫൈ എങ്ങും വരുന്നില്ല. സോ അതുകൊണ്ട് ഫൈ എങ്ങും ഇട്ട് കൊടുക്കേണ്ട അവസ്ഥ എങ്ങും വരത്തില്ല. എന്നിരുന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഫൈ എങ്ങനെ കണ്ടുപിടിക്കും? പുതിയ സി ഈസ് ഈക്വൽ ടു 2/3 ചോദ്യത്തിലുള്ള സി. പുതിയ ഫൈ എന്ന് പറയുന്നത് ടാൻ ഫൈ, പുതിയ ഫൈ എന്ന് പറയുന്ന പഴയത് ഇപ്പൊ പുതിയ 5' എന്ന് പറയുന്നത് ഇതാണെങ്കിൽ പഴയതിന്റെ 2/3. ഓക്കെ, അപ്പൊ ടാൻ പുതിയ ഫൈ ഈസ് ഈക്വൽ ടു 2/3 ടാൻ പഴയ ഫൈ. ഇങ്ങനെയാണ് നമ്മൾ ലോക്കൽ ഷിയർ ഫെയിലിയറിന് വേണ്ടി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ജനറൽ ഷിയർ ഫെയിലിയറിൽ നിന്ന് ലോക്കൽ ഷിയർ ഫെയിലിയർ ഇക്വേഷൻ മാറ്റുന്നത്. ഇനി സ്ക്വയർ ഫൂട്ടിങ്ങും സർക്കുലർ ഫൂട്ടിങ്ങും ആകുമ്പോൾ ഉള്ള വ്യത്യാസം എന്തുവാ? സ്ക്വയർ ഫൂട്ടിങ് ആകുമ്പം നമുക്ക് ഇക്വേഷൻ എന്താ? സി എൻ സി പ്ലസ് ക്യു എൻ ക്യു പ്ലസ് ഹാഫ് ബി ഗാമ എൻ ഗാമ, ഹാഫ് ബി ഗാമ എൻ ഗാമ. ഈ സി എൻ സിക്ക് മുന്നായിട്ട് ഒരു 1.2ഉം വരും. അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ ടേമിന് മാറ്റമില്ല. ഇവിടെ ഹാഫ് അല്ലേ, ഹാഫ് എന്ന് പറയുന്നത് എന്താ? 0.5. അതിന് പകരം 0.4 എന്നും വരും. നമുക്ക് വ്യത്യാസം എന്താ? ലാസ്റ്റ് ടേമിൽ ഒരു 0.4ഉം ഫസ്റ്റ് ടേമിൽ ഒരു 1.2ഉം. അതാണ് അവിടെ ഉള്ള വ്യത്യാസം. ഏത്? സ്ക്വയർ ഫൂട്ടിങ് ആകുമ്പോൾ. ഓക്കെ, അപ്പൊ ബി എന്ന് സ്ക്വയർ ആയതുകൊണ്ട് രണ്ട് സൈഡും ബി ആയിരിക്കും, ബി ബി. ഓക്കെ, ഇനി സർക്കുലർ ഫൂട്ടിങ് ആകുമ്പോൾ വ്യത്യാസം എന്താ? ആദ്യത്തെ ടേമിൽ 1.2 എക്സ്ട്രാ ഉള്ളത് അതേപോലെ തന്നെ ഉണ്ട്. പിന്നുള്ളത് ഈ 0.5ന് വരെ 0.3. ഓക്കെ, അപ്പൊ സ്ട്രിപ്പ് ഫൂട്ടിങ്ങിന് 0.5, സ്ക്വയർ 0.4, സർക്കുലർ ആകുമ്പോൾ 0.3. അങ്ങനെ ഓർത്തു വെച്ചോ. ഓക്കെ, 0.3
ഗാമ ബി. ഇനി ബി എന്താണ്? ഡയമീറ്റർ. അപ്പൊ സർക്കുലർ ഫൂട്ടിങ്ങിന്റെ ഡയമീറ്റർ ആണ് നമ്മുടെ ബി. സർക്കുലർ ഫൂട്ടിങ്ങിന്റെ ഡയമീറ്റർ ആണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി എൻ സി, എൻ ക്യു, എൻ ഗാമ എല്ലാം മറ്റേത് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ. പിന്നെ റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആകുമ്പോൾ ഉള്ള വ്യത്യാസം സി എൻ സി ഇൻറ്റു 1 + 0.b/l. ബി എന്ന് പറയുന്നത് ചെറുതും എൽ എന്ന് പറയുന്നത് വലിയ സൈഡും. ഓക്കെ, അപ്പൊ 1 + 0.2 b/l. ഈ സംഭവം ഇവിടെ 1 + 0.2 b/l. സെക്കൻഡ് ടേമിന് മാറ്റമില്ല. തേർഡ് ടേം ആകുമ്പോൾ ഹാഫ് ബി ഗാമ എൻ ഗാമയ്ക്കൊപ്പം 1 - 0.2 b/l. ഓക്കെ, റെക്ടാങ്കിളിന് ഇത്ര. അപ്പൊ 3 ഷേപ്പ് മാറുമ്പോൾ ഉള്ള കേസും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് നിങ്ങളുടെ ടീച്ചർ പഠിപ്പിച്ചത്. ഇനി ഇന്നത്തെ ബാക്കി ടീച്ചറിന് പഠിപ്പിക്കാനുള്ളത് വാട്ടർ ടേബിൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോഴും പിന്നുള്ളത് സ്കെംറ്റൺസ് ഇക്വേഷൻ. സ്കെംറ്റൺസ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലേ സോയിൽ മാത്രം പ്യുവർ ക്ലേ ആകുമ്പോൾ ഉള്ള വ്യത്യാസം. ആ 2 കാര്യം കൂടെ ഉള്ളൂ ഈ ഒരു മൊഡ്യൂളിൽ. ഇനിയും ബാക്കിയുള്ള ഓൾമോസ്റ്റ് തിയറി പാർട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം ഇനി എക്സ്ട്രാ പറയണോ? 1 മിനിറ്റും കൂടെ ഉള്ളു. അപ്പൊ അടുത്ത മീറ്റിംഗിൽ നമുക്ക് എന്തായാലും ഇത് പറയാൻ പറ്റൂ. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായോ? ഈ ഒരു ടേംസ് പറഞ്ഞതെല്ലാം. കാരണം ക്യു യു ഉള്ളു നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ഇപ്പൊ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ക്യു എൻ യു നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ക്യു യു നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം ഗാമ ഇൻറ്റു ഡി എഫ്. ഈ ഗാമ ഏതാ? ഈ ഗാമ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന് മേളിലുള്ള ഗാമ ഇൻ കേസ് ഡിഫറെന്റ് ആണെങ്കിൽ. ഓക്കെ, എന്നിട്ട് ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ചോദ്യം തന്നിട്ടുണ്ടെങ്കിൽ ക്യു എൻ യു കണ്ടുപിടിച്ചിട്ട് ബൈ 3 കൊടുക്കാവൂ. ഓക്കെ, അല്ലെങ്കിൽ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുക്കാവൂ. ഓക്കെ, ക്യു എൻ യു അതിൽ ആദ്യം നിങ്ങൾ ക്യു യു കണ്ടുപിടിക്കണം. അതിൽ നിന്ന് ക്യു എൻ യു കണ്ടുപിടിക്കണം. ക്യു എൻ യു ആണ് ഡിവൈഡഡ് ബൈ 3 കൊടുക്കുന്നത്. എന്നിട്ട് കിട്ടുന്ന ഒരു ഉത്തരം ഉണ്ടല്ലോ ക്യു എൻ എസ്. കിട്ടുന്ന എന്തോ ക്യു എൻ എസ്. അതിന്റെ കൂടെ എഗെയിൻ ഗാമ ഡി എഫ് ആഡ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് സേഫ് ബിയറിങ്ങോ അല്ലെങ്കിൽ ഗ്രോസ് സേഫ് ബിയറിംഗ് ആയ ക്യു എസ് കിട്ടത്തുള്ളൂ.